നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂരിൽ 12-കാരന്റെ മുങ്ങി മരണം ആത്മഹത്യയെന്ന് കണ്ടെത്തൽ. കുട്ടിയുടെ വീട്ടിൽ നിന്ന് പോലീസ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആനാപ്പുഴ കാവിൽക്കടവ് സ്വദേശി ജാക്സന്റെ മകൻ ഷോണിനെ. ആത്മഹത്യാക്കുറിപ്പിൽ ഷോൺ പഠിക്കുന്ന സ്കൂളിന്റെ അധികൃതർക്കും അധ്യാപകർക്കുമെതിരെ പരാമർശമുണ്ടെന്ന് സൂചന. അവതാർ എന്ന പേരിൽ കേരളത്തിലുടനീളം സ്ഥാപനങ്ങൾ തുടങ്ങി നിക്ഷേപ തട്ടിപ്പ് നടത്തിയ പ്രതികൾ പിടിയിൽ. അറസ്റ്റിലായത് പട്ടാമ്പി സ്വദേശികളായ ഫൈസൽ ബാബു, അബ്ദുൾ നാസർ എന്നിവർ. തൃശൂർ പെരിഞ്ഞനത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. പെരിങ്ങോട്ടുകരയിൽ വീടിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. തൃശൂർ ശക്തൻ സ്റ്റാൻഡിലെ മൊബൈൽ ഫോൺ ഷോപ്പിൽ യുവാക്കളുടെ ഗുണ്ടായിസം. 1974 റെയിൽവേ തൊഴിലാളി സമരത്തിന്റെ ഓർമ്മ പുതുക്കി ഷൊർണൂരിൽ സുവർണ ജൂബിലി ആഘോഷം. ഐതിഹാസിക സമരത്തിന്റെ സ്മരണകൾ ആവേശകരമെന്ന് പി മമ്മിക്കുട്ടി MLA. CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ പരിപാടികൾ. വാർത്തകൾ വിശദമായി. തൃശൂർ കൊടുങ്ങല്ലൂരിൽ 12-കാരന്റെ മുങ്ങിമരണം ആത്മഹത്യയെന്ന് കണ്ടെത്തൽ. കുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊടുങ്ങല്ലൂർ പോലീസ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ആനാപ്പുഴ കാവിൽക്കടവ് സ്വദേശി പാറേക്കാട്ടിൽ ജാക്സന്റെ മകൻ ഷോണിനെയാണ് ആനപ്പുഴ ഉണ്ടേക്കടവ് വീരഭദ്ര ക്ഷേത്രത്തിന് സമീപത്തെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ മുതൽ ഷോണിനെ കാണാനില്ലായിരുന്നു. കുട്ടിക്കായി അന്വേഷണം നടന്നുവരുന്നതിനിടയിലാണ് മൃതദേഹം പുഴയിൽ കണ്ടെത്തിയത്. കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയതായി മാതൃസഹോദരൻ സ്ഥിരീകരിച്ചു. ആത്മഹത്യാക്കുറിപ്പിൽ കുട്ടി പഠിക്കുന്ന കോട്ടയം രാജഗിരി സ്കൂൾ അധികൃതർക്കും അധ്യാപകർക്കുമെതിരെ പരാമർശമുണ്ടെന്നും മാതൃസഹോദരൻ വ്യക്തമാക്കി. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 1974 റെയിൽവേ തൊഴിലാളി സമരത്തിന്റെ ഓർമ്മ പുതുക്കി ഷൊർണൂരിൽ സുവർണ ജൂബിലി ആഘോഷം നടന്നു. ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഐതിഹാസിക സമരത്തിന്റെ സ്മരണകൾ ആവേശകരമെന്ന് MLA പറഞ്ഞു. റെയിൽവേ എന്ന് പറഞ്ഞ ഏറ്റവും പ്രാമാണികമായ ലക്ഷക്കണക്കായ ആളുകൾ പണിയെടുക്കുന്ന ഏറ്റവും പരമപ്രധാനമായ പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ ആ മേഖലയിൽ ആളുകളെ പോലെ പണിയെടുക്കുന്ന തൊഴിലാളികളെ മനുഷ്യരായിട്ട് പരിഗണിക്കണം. മനുഷ്യരായിട്ട് പരിഗണിക്കുമ്പോൾ നൽകേണ്ട പരിഗണനകൾ കൊടുക്കണം. തൊഴിലാളികളായി അംഗീകരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് കൊടുക്കേണ്ട വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച് തീരുമാനങ്ങൾ ഉണ്ടാകണം. അതൊക്കെ ഒരു പരിഷ്കൃത സമൂഹത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇല്ലാതിരുന്ന ഈ റെയിൽവേ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ യൂണിയനുകൾ സംഘടിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്ക് ഹാളിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. AILRSA ഡിവിഷണൽ വൈസ് പ്രസിഡന്റ് KK കേശവൻ അധ്യക്ഷത വഹിച്ചു. DREU ഡിവിഷണൽ പ്രസിഡന്റ് P രഘുനാഥ് സ്വാഗതം പറഞ്ഞു. CITU പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള മുഖ്യപ്രഭാഷണം നടത്തി. DREU ഡിവിഷണൽ സെക്രട്ടറി R മണി, AISMA നേതാവ് മിലിത് മോഹൻ എന്നിവർ പ്രസംഗിച്ചു. സമരത്തിൽ പങ്കെടുത്തവരെ ചടങ്ങിൽ ആദരിച്ചു. DREU ബ്രാഞ്ച് സെക്രട്ടറി KK കിരൺദാസ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞത് നാടൻ ബോബെന്നാണ് പ്രാഥമിക നിഗമനം. കരുവൻകുളം ഗുരുജി റോഡ് സ്വദേശി ബിജുവിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ബിജുവിന്റെ ഭാര്യ സംഗീതയും 4 പെൺമക്കളും അമ്മയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ബിജു വിദേശത്താണ്. ബൈക്കിലെത്തിയ 3 അംഗ സംഘമാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് കുടുംബം പറഞ്ഞു. വീടിന്റെ ചുമരിലേക്കാണ് എറിഞ്ഞത്. സ്ഫോടനത്തിന്റെ ശബ്ദം 1/2 കിലോമീറ്ററോളം ദൂരം വരെ കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. സ്ഫോടക വസ്തു ഉണ്ടാക്കാനായി ഉപയോഗിച്ച ചരടുകളും മറ്റും സംഭവസ്ഥലത്ത് ചിതറിക്കിടക്കുന്നുണ്ട്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അവതാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പേരിൽ കേരളത്തിൽ അങ്ങോളം സ്ഥാപനങ്ങൾ തുടങ്ങി നിക്ഷേപ തട്ടിപ്പ് നടത്തിയ പ്രതികൾ പിടിയിൽ. പട്ടാമ്പി സ്വദേശികളായ ഫൈസൽ ബാബു, അബ്ദുൾ നാസർ എന്നിവരാണ് പിടിയിലായത്. തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കേരളത്തിൽ അങ്ങോളം സ്ഥാപനങ്ങൾ തുടങ്ങി നിക്ഷേപം സ്വീകരിച്ച് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് പ്രതികൾ കോടികളുടെ തട്ടിപ്പ് നടത്തിയത്. 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം 1000 രൂപയും 10 പവൻ നിക്ഷേപമായി നൽകിയാൽ 1 പവൻ പ്രതിവർഷം ലാഭവിഹിതം നൽകുമെന്നുമായിരുന്നു പ്രതികളുടെ വാഗ്ദാനം.
ഇത്തരത്തിൽ പറഞ്ഞു വിശ്വസിപ്പിച്ച് ആളുകളുടെ കയ്യിൽ നിന്ന് കോടികളാണ് ഇവർ തട്ടിയെടുത്തത്. കേരളത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ നിരവധി കേസുകളുള്ളതായും പോലീസ് അറിയിച്ചു. ഈസ്റ്റ് ഇൻസ്പെക്ടർ സുജിത് എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ SI പ്രമോദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ്, പ്രദീപ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അജ്മൽ, അരുൺജിത്ത്, വൈശാഖ്, നസീബ് എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ ശക്തൻ സ്റ്റാൻഡിലെ മൊബൈൽ ഫോൺ കടയിൽ യുവാക്കളുടെ ഗുണ്ടായിസം. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. സംഭവത്തിൽ കടയുടമ തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. ഫോണിന്റെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ എത്തിയതായിരുന്നു യുവാക്കൾ. ഇതിനു മുമ്പ് വന്നവരുടെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കണമെന്നും അതുവരെ കാത്തുനിൽക്കണമെന്നും കടയുടമ പറഞ്ഞു. ഇതിന് പിന്നാലെയായിരുന്നു യുവാക്കൾ അസഭ്യം വിളിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. സംഭവത്തെ തുടർന്ന് കടയുടമ തൃശൂർ ഈസ്റ്റ് പോലീസിനെ വിവരമറിയിച്ചു. എന്നാൽ പോലീസ് എത്തും മുമ്പ് പ്രതികൾ കടന്നു കളഞ്ഞു. കടയിലുള്ളവർ പകർത്തിയ ദൃശ്യങ്ങളിൽ നിന്ന് യുവാക്കളെക്കുറിച്ച് സൂചന കിട്ടിയെന്നും ഉടൻ പിടികൂടുമെന്നും തൃശൂർ ഈസ്റ്റ് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. CITU ഷൊർണൂർ മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി ശുചീകരണ യജ്ഞം നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. CITU ഷൊർണൂർ മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ 7 മണിക്കാണ് ശുചീകരണ യജ്ഞം ആരംഭിച്ചത്. ഷൊർണൂർ SMB ജംഗ്ഷനിൽ നിന്നാണ് യജ്ഞത്തിന് തുടക്കം കുറിച്ചത്. മെയ് 30 CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. രൂപം കൊടുക്കാൻ വേണ്ടി നേരത്തെ കൊടുത്ത സഖാക്കൾ ഈ തൊഴിലാളി വിരുദ്ധ നടപടികളുമായിട്ട് ATC പോകരുത് എന്ന് ശക്തമായി വാദിച്ചെങ്കിൽ പോലും അതിനൊന്നും മുഖവിലക്കെടുക്കാതെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന കോൺഗ്രസിൻ്റെ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾക്ക് മുടപിടിക്കുന്ന ഒരു സമീപനമാണ് അന്ന് ATC നേരത്തെ അങ്ങനെ സ്വീകരിക്കുന്നതിന് ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ആ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള CITU ഷൊർണൂർ മുനിസിപ്പൽ കൺവീനർ V. വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. CITU സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി കുളപ്പള്ളി ടൗണിൽ ശുചീകരണം നടത്തി. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കമ്മിറ്റി അംഗം P. മണി അധ്യക്ഷനായി. ചുമട്ടുതൊഴിലാളി യൂണിയൻ സെക്രട്ടറി MC ശ്രീനിവാസൻ സ്വാഗതം പറഞ്ഞു. തൃശൂർ പെരിഞ്ഞനത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കയ്പമംഗലം പോലീസാണ് കേസെടുത്തത്. പെരിഞ്ഞനം കുറ്റിലക്കടവ് സ്വദേശി 86 വയസ്സുള്ള ഉസൈബയാണ് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു മരണം. പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിൽ നിന്ന് ഇക്കഴിഞ്ഞ ശനിയാഴ്ച കുഴിമന്തി വാങ്ങിക്കഴിച്ച 186 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു. പനിയും ഛർദിയും വയറിളക്കവുമായാണ് ഭൂരിഭാഗം പേരും ചികിത്സ തേടിയത്. സംഭവത്തെ തുടർന്ന് ഹോട്ടൽ അടച്ചുപൂട്ടിയിരുന്നു. ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പെരിഞ്ഞനം പഞ്ചായത്തിനും കയ്പമംഗലം പോലീസിനും പരിശോധനാ സംഘം കൈമാറിക്കഴിഞ്ഞു. അതേസമയം ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കയ്പമംഗലം പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വേങ്ങശ്ശേരി അകവണ്ട 8ാം വാർഡിൽ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം വാർഡംഗം PB ധന്യ നിർവഹിച്ചു. ഈ വർഷവും നമ്മൾ അകവണ്ട വാർഡ് വികസന സമിതിയുടെ ഭാഗമായി ഈ വർഷവും അതേ പരിപാടി തുടർന്ന് വരികയാണ്. നമ്മുടെ വാർഡിൽ മാത്രമല്ല, നമ്മുടെ തൊട്ടുകിടക്കുന്ന വാർഡിലും ഈ പരിപാടി നമ്മൾ ചെയ്തു വരുന്നുണ്ട്. പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് അതിൻ്റെ ഭാഗമായി ക്യാഷ് കൊടുത്തിട്ടും സ്പോൺസറെ കണ്ടുകൊണ്ടും നമ്മൾ ഈ പരിപാടി മുന്നോട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഈ വർഷം നമ്മൾ 100 കുട്ടികൾക്കാണ്. പരിപാടിയിൽ 100ഓളം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ നെച്ചിക്കാട്ടിൽ മണികണ്ഠൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ധന്യ നെച്ചിക്കാട്ടിൽ, മണികണ്ഠൻ എന്നിവർ ചേർന്നാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. A. സഹദേവൻ, K. രാമകൃഷ്ണൻ, PM ശ്രീധരൻ, T. അനീഷ്, K. മുരളീധരൻ, KC ചന്ദ്രൻ, P. അജീഷ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി താലൂക്ക് റവന്യൂ സ്റ്റാഫ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയികളെ അനുമോദിച്ചു.
ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി ചൂഷണങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ച റവന്യൂ സ്ക്വാഡ് അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. പ്രധാനപ്പെട്ടത് പ്ലസ് ടുവിലേക്ക് പോകുമ്പോൾ പഠനം തന്നെയാണ്. നമ്മളൊരു സ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ 12ാം ക്ലാസ് വരെ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പഠനങ്ങൾ അക്കാഡമിക് ലൈഫ് തന്നെയാണ്. അതോടൊപ്പം നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് ആർട്സ്, സ്പോർട്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം. ഈ 2 കാര്യങ്ങൾ പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു വലിയ ജീവിതം ഒരു മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് ഉള്ള ഒരു വലിയൊരു ലോകമാണ് നിങ്ങൾക്ക് തുറന്നു വരുന്നത്. ചടങ്ങിൽ ഉന്നത വിജയികൾക്ക് ഉപഹാരം നൽകി. പ്രകൃതി ചൂഷണങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ച റവന്യൂ സ്ക്വാഡ് അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. തഹസീൽദാർ ബിന്ദു, ഡെപ്യൂട്ടി തഹസീൽദാർ സെയ്ദ് മുഹമ്മദ്, ഭൂരേഖ തഹസീൽദാർ ഗിരിജാദേവി, മറ്റുദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂരിലെ നാടൻപാട്ട് കലാകാരൻ നിജിലിന്റെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കാൻ കൂട്ടുകലാവേദി തെരുവോര പാട്ടുകൂട്ടം സംഘടിപ്പിച്ചു. ബക്കറ്റ് പിരിവിലൂടെ പരമാവധി തുക സമാഹരിക്കാനാണ് നാടൻപാട്ടുകൂട്ടത്തിന്റെ ശ്രമം. ബക്കറ്റ് പിരിവിലൂടെ സമാഹരിക്കുന്ന തുക നിജിൽ ചികിത്സാ സഹായനിധിയിലേക്ക് നൽകാനാണ് കൂട്ടുകലാവേദിയുടെ തീരുമാനം. കൂട്ടുകലാവേദിയിലെ നാടൻപാട്ട് കലാകാരൻ കൂടിയാണ് നിജിൽ. ചൊവ്വാഴ്ച വൈകുന്നേരം കൂനത്തറ ടൗണിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അപൂർവ രോഗബാധിതനായ ഷൊർണൂർ സ്വദേശിയും നാടൻപാട്ട് കലാകാരനുമായ 19 വയസ്സുള്ള നിജിലിന്റെ ചികിത്സയ്ക്ക് വേണ്ടത് 80 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ചെറുതുരുത്തി, മുള്ളൂർക്കര എന്നിവിടങ്ങളിൽ കൂട്ടുകലാവേദി പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ കുളപ്പുള്ളി, ഓങ്ങല്ലൂർ, പട്ടാമ്പി, കൂറ്റനാട് എന്നീ പ്രദേശങ്ങൾക്ക് പുറമെ അവസാന ദിവസം ഷൊർണൂരിൽ മെഗാ ഇവന്റായി പരിപാടി സംഘടിപ്പിക്കുമെന്ന് കൂട്ടുകലാവേദി മാനേജർ രാജേഷ് പോൾ പറഞ്ഞു. ഇതിൽ നിന്ന് കിട്ടുന്ന പണം നിജിലിൻ്റെ ചികിത്സാ സഹായത്തിന് നൽകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇനി നാളെ കുളപ്പുള്ളിയുണ്ട്. പിന്നീട് അങ്ങോട്ട് ആരെല്ലാമാണോ ഞങ്ങളുമായി സഹകരിച്ച് ഞങ്ങൾക്ക് സൗണ്ട് സിസ്റ്റവും മറ്റും സഹകരിച്ച് തരുന്നത് അവിടെയെല്ലാം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. നാളെ കുളപ്പുള്ളിയുണ്ട്, ഓങ്ങല്ലൂർ, വാണിയകുളം, ഒറ്റപ്പാലം, പട്ടാമ്പി, ഏറ്റവും അവസാനം ഷൊർണൂരിൽ ഒരു മെഗാ ഇവൻ്റായിട്ട് പരിപാടി സംഘടിപ്പിച്ച് പണം സമാഹരിക്കണമെന്നാണ് കൂട്ടുകലാവേദി ആലോചിക്കുന്നത്. കലയോട് അത്ര സ്നേഹമുള്ള ഇതിന് എല്ലാവിധ സഹായങ്ങളും എല്ലാവരും ഭാഗത്തുണ്ടാകുമെന്നാണ് ഞാൻ സെക്രട്ടറി അഖിലേഷ്, അംഗങ്ങളായ ജിനീഷ്, ശ്രീജിത്ത്, ബാബുരാജ് ഷൊർണൂർ, കൂറ്റനാട്, തിരുവരങ്കൻ, ഫോക്ക് കലാകാരൻ ജയൻ വാവനൂർ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ ജന്മശതാബ്ദി ആഘോഷവും കലാസാഗർ പുരസ്കാര സമർപ്പണവും നടന്നു. ചെറുതുരുത്തി കലാമണ്ഡലം നീല ക്യാമ്പസിൽ നടന്ന പരിപാടി മുൻ വൈസ് ചാൻസലർ KG പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും സന്തോഷകരമായ കാര്യം, ഏറ്റവും അഭിമാനം ഉണ്ടാക്കുന്ന കാര്യം ഈ മേളപ്പദം പ്രസിദ്ധീകരിച്ചെന്നും ബാബുദാസിനെ കൊണ്ട് സൗകര്യബദ്ധം എഴുതി പ്രസിദ്ധീകരിച്ചു എന്നതുമാണ്. എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ള ഒരു കാര്യം, നിങ്ങളോ നിങ്ങളുടെ കുട്ടികളോ അദ്ദേഹത്തെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവരെ ഈ മേളപ്പദം വായിക്കണം. ചടങ്ങിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും കലാനിരൂപകനുമായ ഡോക്ടർ NP വിജയകൃഷ്ണൻ, കലാമണ്ഡലം ഭരണസമിതി അംഗം KB രാജാനന്ദ്, V കലാധരൻ, കലാമണ്ഡലം നാരായണൻ നായർ, അനിയൻ മംഗലശ്ശേരി, മുരളീധരൻ മാസ്റ്റർ, സെക്രട്ടറി രാജൻ പൊതുവാൾ തുടങ്ങിയവർ സംസാരിച്ചു. കൺവീനർ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വെള്ളിനേഴി ആനന്ദ് നന്ദി അറിയിച്ചു. കലാനിലയം ഗോപി, കലാമണ്ഡലം സുകുമാരൻ, കോട്ടയ്ക്കൽ വിജയരാഘവൻ, മാർഗി രത്നാകരൻ, മാർഗി രവീന്ദ്രൻ നായർ, രഞ്ജിത്ത് തൃപ്പൂണിത്തറ, കലാമണ്ഡലം ഡോക്ടർ കനകകുമാർ,
സരിത കൃഷ്ണകുമാർ, കലാമണ്ഡലം കവിത കൃഷ്ണകുമാർ, സരിത കലാക്ഷേത്ര, കലാമണ്ഡലം ശ്രീരേഖാജി നായർ, ആറങ്ങോട്ടുകര ശിവൻ, കല്ലുവടി ബാബു, കല്ലേക്കുളങ്ങര ബാബു, തുറവൂർ വിനീഷ് കമ്മത്ത്, കാട്ടുകുളം ജയൻ, തൃപ്പാളൂർ ശിവൻ എന്നിവർക്കാണ് കലാസാഗർ പുരസ്കാരം സമർപ്പിച്ചത്. പുരസ്കാര സമർപ്പണത്തിനു ശേഷം കുജേലവൃത്തം കഥകളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലക്കിടിപ്പേരൂർ പ്രിയദർശിനി ട്യൂഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ SC/ST മോണിറ്ററിംഗ് കമ്മിറ്റിയും ജനമൈത്രി പോലീസും സംയുക്തമായി SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സദസ്സും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും രാജേഷ് കുമാർ IPS ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ PP പാഞ്ചാലി അധ്യക്ഷയായി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ഒറ്റപ്പാലം ജനമൈത്രി പോലീസ് ഓഫീസർ ബിനു രാമചന്ദ്രൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പരിപാടിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രവി, അജീഷ്, AP ഫാസിൽ, സദീർ അലി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂരിൽ 12കാരന്റെ മുങ്ങിമരണം ആത്മഹത്യയെന്ന് കണ്ടെത്തൽ. കുട്ടിയുടെ വീട്ടിൽ നിന്ന് പോലീസ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. പുഴയിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ആനാപ്പുഴ കടവ് സ്വദേശി ജാക്സന്റെ മകൻ ഷോണിനെ. ആത്മഹത്യാക്കുറിപ്പിൽ ഷോൺ പഠിക്കുന്ന സ്കൂളിന്റെ അധികൃതർക്കും അധ്യാപകർക്കുമെതിരെ പരാമർശമുണ്ടെന്ന് സൂചന. അവതാർ എന്ന പേരിൽ കേരളത്തിലുടനീളം സ്ഥാപനങ്ങൾ തുടങ്ങി നിക്ഷേപ തട്ടിപ്പ് നടത്തിയ പ്രതികൾ പിടിയിൽ. അറസ്റ്റിലായത് പട്ടാമ്പി സ്വദേശികളായ ഫൈസൽ ബാബു, അബ്ദുൾ നാസർ എന്നിവർ. തൃശൂർ പെരിഞ്ഞനത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. പെരിങ്ങോട്ടുകരയിൽ വീടിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. തൃശൂർ ശക്തൻ സ്റ്റാൻഡിലെ മൊബൈൽ ഫോൺ ഷോപ്പിൽ യുവാക്കളുടെ ഗുണ്ടായിസം. 1974 റെയിൽവേ തൊഴിലാളി സമരത്തിന്റെ ഓർമ്മ പുതുക്കി ഷൊർണൂരിൽ സുവർണ ജൂബിലി ആഘോഷം. ഐതിഹാസിക സമരത്തിന്റെ സ്മരണകൾ ആവേശകരമെന്ന് P മമ്മിക്കുട്ടി MLA. CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ പരിപാടികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.